തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പുരോഗമിക്കുന്നതിനിടെ മുന്നണികൾക്ക് നെഞ്ചിടിപ്പേറ്റി വിമതശല്യം. കോട്ടയത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിൽ UDF വിമതനായി മത്സരിക്കുന്നു. കട്ടപ്പന നഗരസഭയിൽ 12 സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ കോൺഗ്രസിലെ ഒരു വിഭാഗം തീരുമാനിച്ചു. പത്തനംതിട്ട കവിയൂർ പഞ്ചായത്തിൽ നാമനിർദ്ദേശ പത്രികയിൽ തെറ്റായ വിവരങ്ങൾ നൽകിയതോടെ UDF സ്ഥാനാർത്ഥിക്ക് പത്രിക നൽകാനായില്ല. കോട്ടയത്ത് ജില്ലാ പഞ്ചായത്ത് അയർക്കുന്നം ഡിവിഷൻ അംഗം റെജി എം ഫിലിപ്പോസാണ് പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് മണർക്കാട് ഡിവിഷനിൽ UDF വിമതനായി മത്സരിക്കുന്നത്. ചാണ്ടിയുമ്മൻ MLAയോടുള്ള എതിർപ്പിനെ തുടർന്നാണ് വിമതനായതെന്ന് റെജി എം ഫിലിപ്പോസ്. ചാണ്ടിയുമ്മൻ MLAയുടെ ഏകാധിപത്യത്തിനെതിരെയുള്ള ഒരു പോരാട്ടമാണ്. ആ പോരാട്ടം ഇവിടെ ആരംഭിക്കുകയാണ്. അതിനുവേണ്ടി മാത്രമാണ് മത്സരിക്കുന്നത്. ഏകാധിപത്യപരമായി വ്യക്തി താല്പര്യം സംരക്ഷിക്കുന്നതിനും സ്വജനപക്ഷപാതമൊക്കെ ആയിരിക്കാം അതിൻ്റെ പിന്നിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കട്ടപ്പന നഗരസഭയിൽ കോൺഗ്രസിലെ തമ്മിലിടിയെ തുടർന്ന് ഒരു വിഭാഗം 12 സ്ഥാനാർത്ഥികളെ വിമതരായി മത്സരിപ്പിക്കും. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ചർച്ച നടന്നില്ലെന്ന് KPCC സെക്രട്ടറി തോമസ് രാജൻ 24നോട്. KPCC സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ വാർഡ് തലങ്ങളിലും മണ്ഡലം തലങ്ങളിലും കൃത്യമായ മാനദണ്ഡങ്ങൾ നിഷ്കർഷിച്ചിട്ടുണ്ട്. പക്ഷേ കട്ടപ്പനയിൽ അങ്ങനെയുള്ള ഒരു ഫോറത്തിലും ഒരു ചർച്ചയും ഈ സമയം വരെ നടന്നിട്ടില്ല. പത്തനംതിട്ട കവിയൂർ പഞ്ചായത്ത് 12ാം വാർഡിൽ പോസ്റ്റർ അടിച്ച് പ്രചാരണം തുടങ്ങിയ UDF സ്ഥാനാർത്ഥിക്ക് പത്രിക നൽകാനായില്ല. നേതാക്കൾ പൂരിപ്പിച്ച് നൽകിയ നാമനിർദ്ദേശ പത്രികയിൽ തെറ്റായ വിവരങ്ങൾ നൽകിയതിനെ തുടർന്നാണ് പത്രിക പിൻവലിക്കേണ്ടി വന്നത്. BJPയെ സഹായിക്കാൻ ഒരു വിഭാഗം നേതാക്കൾ സ്വന്തം സ്ഥാനാർത്ഥിയുടെ കാലുവാരിയെന്നാണ് ആക്ഷേപം. പെർമിറ്റ് വിഷയത്തിൽ മോട്ടോർ വാഹന വകുപ്പുമായി ഏറ്റുമുട്ടിയ റോബിൻ ബസ് ഉടമയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. കോട്ടയം മേലുകാവ് പഞ്ചായത്ത് 8ാം വാർഡിൽ സ്വതന്ത്രനായാണ് റോബിൻ ഗിരീഷ് മത്സരിക്കുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.